സിറോ മലബാർ സഭയ്ക്ക് ഒരു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ലഭിച്ചിരിക്കുകയാണ്. അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. അതിൽ ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ബാക്കി 23 പൗരസ്ത്യ സഭകളാണ്. ഈ പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ പൗരസ്ത്യ സഭ എന്ന് പറയുക ഉക്രൈനിയൻ സഭയാണ്. ഉക്രൈനിയൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പൗരസ്ത്യ സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ്. ഈ സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ടാണ് അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ചുമതലയേറ്റിരിക്കുന്നത്. 1992 ഡിസംബർ 16 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാക്കി ഉയർത്തിയത്. അങ്ങനെ ആ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് അഭിവന്ദ്യ ആന്റണി പടിയറ പിതാവും, അതിനുശേഷം അഭിവന്ദ്യ മാർ വർക്കി വിധേയത്തിൽ പിതാവും, അതിനുശേഷം മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായും, അതിനുശേഷം ഇപ്പോൾ ഇതാ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവും ചുമതലയേറ്റിരിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതാംഗമായ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് 1956 തട്ടിൽ കുടുംബത്തിൽ പരേതരായ ഔസേബ് ത്രസ്യ ദമ്പതികളുടെ 10 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ജനിക്കുക. തൃശ്ശൂർ വ്യാകുലമാത ബസലിക്കയാണ് അദ്ദേഹത്തിന്റെ ഇടവക. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ മൈനർ സെമിനാരിയിലും കോട്ടയം വളവാതൂർ സെമിനാരിയിലുമായിട്ട് വൈദിക പരിശീലനം പൂർത്തിയാക്കി 1980 അദ്ദേഹം വൈദികനായി. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ മതബോധന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും തൃശ്ശൂർ അതിരൂപതയുടെ വൈസ് ചാൻസലറായും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദൈവനിയോഗം തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനാകാനുള്ള ദൈവനിയോഗം വന്നു ചേരുന്നത് 2010. അങ്ങനെ തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിരിക്കുമ്പോഴാണ് 2014 അദ്ദേഹം ശംഷാബാദ് രൂപതയുടെ മെത്രാനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുക. ശംഷാബാദ് രൂപതയുടെ മെത്രാനായി നിയമിതനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇന്ത്യക്കകത്തുള്ള ഔദ്യോഗിക സീറോ മലബാർ രൂപതകൾക്ക് പുറത്തുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികളുടെയും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ കാണിച്ച ത്യാഗവും സന്നദ്ധതയും വിലമതിക്കാനാവാത്തതാണ്. ഒന്നുമില്ലാതിരുന്ന ശംഷാബാദ് രൂപതയെ ഘടനയും രൂപവും നൽകി വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവിന് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഈ മേജർ ആർച്ച് ബിഷപ്പ് പദവി ഇപ്പോൾ തേടിയെത്തിയിരിക്കുക. അഭിവന്ദ്യ തട്ടിൽ പിതാവിനെ കുറിച്ച് പറയപ്പെടുക എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ എല്ലാവർക്കും സ്വീകാര്യനായിട്ട് എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അഭിവന്ദ്യ തട്ടിൽ പിതാവിലൂടെ സഭയിൽ ഒരുപാട് മാറ്റം വരുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തി സഭാ നൗകയെ മുമ്പോട്ട് നയിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹം ഈ അഭിവന്ദ്യ പിതാവിന് കൊടുക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം.